കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും മഴക്കെടുതിക്ക് ശമനമില്ല. അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും അനുഭവപ്പെട്ട പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മീനച്ചിലാറിൽ ജലനിരപ്പ് താഴ്ന്നു. പാല, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ നിന്നും വെള്ളമിറങ്ങി. മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ദുരിതത്തിൽ തന്നെ. കുമരകം, ഇല്ലിക്കൽ, തിരുവാർപ്പ്, താഴത്തങ്ങാടി ഭാഗങ്ങളിലും ആർപ്പുക്കര, ഐമനം പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളും വെള്ളത്തിലാണ്. അവിടെ വെള്ളം കൂടുതലാണ്. ഇപ്പം അവിടെയുള്ള ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ചു പേരൊക്കെ രക്ഷപ്പെട്ടു പോയി, എന്നാലും കുറച്ച് ആൾക്കാർക്ക് വീട്ടിൽ കുരുങ്ങി കിടപ്പുണ്ട്. പരിപ്പ് പുത്തൻകരി പാടശേഖരത്തിൽ മഴവീഴ്ചയിൽ 250 ഏക്കർ നെൽകൃഷി നശിച്ചു. നമുക്കൊന്നും ചെയ്യാൻ മേലാത്ത ഇതായിപ്പോയി. അതുപോലെ ഭയങ്കര ഒഴുക്കാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ ആള് ഇറങ്ങിയാൽ ആള് വരെ മരിച്ചു പോകും. അതുകൊണ്ട് ആരും ഇറങ്ങിയില്ല. 20-25 ദിവസമായി വിതച്ചിട്ട് പാടം. ജില്ലയിലാകെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3714 പേരുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ജലവിനോദസഞ്ചാരങ്ങൾക്ക് ജില്ലയിൽ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി. ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്, കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ജലവിനോദസഞ്ചാരങ്ങൾക്കാണ് ജില്ലാ കളക്ടർ താൽക്കാലിക വിലക്കേർപ്പെടുത്തിയത്. മണർകാട് ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പറമ്പുക്കുര സ്വദേശി ശരണാണ് മരിച്ചത്. വാട്ടർ ടാങ്ക് ഒഴുകിപ്പോകുന്നത് പിടിക്കാൻ ശ്രമിച്ച ശരൺ അപകടത്തിൽപ്പെടുകയായിരുന്നു. ജനം, കോട്ടയം.